8GB റാമില് 128GB സ്റ്റോറേജ് ഉള്ള വിത്ത് ബോക്സ് പീസ് 5G ഫോൺ 5500 രൂപയ്ക്ക്. ഇത് കിടില ഓഫർ അല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ടെസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത്രയും വമ്പന്മാരുടെ ഇടയിൽ ഇത് ഒരാള്, പക്ഷെ ഇവരാണ് പുലി. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 2000 രൂപയ്ക്ക് 2000 ആൾക്കാർക്ക് ഇപ്പൊ കൊറിയർ അയക്കുമ്പോഴത്തേക്കും ക്യാഷ് അയ്യോ ഭയങ്കര എമൗണ്ട് ആവോ അങ്ങനെയൊന്നുള്ള ഒരു ഡൗട്ട് ഒക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. 100 രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത്. ലാപ്പൊക്കെ ആണെങ്കിൽ 100 രൂപ 5Gയുടെ ഒരു ഓപ്പോയുടെ ഫോൺ ഇരിപ്പുണ്ട്. ഇതൊക്കെ 4000 ആണ് 5G സെറ്റുകൾ വരുന്നത്. 2000 രൂപയ്ക്ക് ഫുൾ ബോക്സ് പീസ് സെറ്റ് നമുക്ക് ഒരെണ്ണമുണ്ട്. ഇപ്പൊ നിലവിൽ നമുക്കിത് കൊടുക്കാം. ആർക്കെങ്കിലും ഒരാൾ 2000 രൂപയ്ക്ക് കൊടുക്കാം. 2500 തിരുവനന്തപുരം ഭീമാപള്ളിയുടെ സെക്കൻഡ് ഗേറ്റിന് ഓപ്പോസിറ്റ് ഉള്ള നമ്മുടെ HD കെയറിന്റെ മുൻവശത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം സെക്കൻഡ് ഗേറ്റിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ട്രാൻസ്ഫോമർ കാണും. ആ ട്രാൻസ്ഫോമറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ HD കെയർ എന്ന സ്ഥാപനം ഇരിക്കുന്നത്. ഒരു അത്യാവശ്യം നല്ലൊരു 5G സ്മാർട്ട് ഫോൺ വാങ്ങിക്കാനായി ഇപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സ് 1000 2000 രൂപ സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ വന്നു കയറുന്ന ഒരു ഷോപ്പാണിത്. ഇന്നിവിടെ നമ്മുടെ HD കെയറിന്റെ ഷോപ്പില് ചീപ്പ് റേറ്റിനാണ് 5G സ്മാർട്ട് ഫോൺ ഇരിക്കുന്നത്. എല്ലാം ഫുള്ള് ഗിഫ്റ്റ് അത് ഇത് എല്ലാം ഇവിടെ ഉള്ളത്. ആവശ്യമുള്ള ഒരു ചീപ്പ് റേറ്റ് ഒരു 5G സ്മാർട്ട് ഫോൺ എടുക്കാം ഇവിടെ നിന്ന്, അല്ലെങ്കിൽ 4G സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഐഫോൺ ഇന്ന് ഇവിടെ നിന്ന് എടുക്കാം. അത് എടുക്കുന്നതിന്റെ കൂടെ ഗിഫ്റ്റും കൂടെ കൊടുക്കാൻ റെഡി ആയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ സനോപ്പർ. എങ്ങനെയുണ്ട് നമ്മുടെ ഇതൊക്കെ വരുന്നില്ലേ? തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാര് ഫോണിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചില ആൾക്കാര് നമ്മളെ ചുമ്മാ കാണാൻ വരുന്നവർക്കും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഗിഫ്റ്റും കൊണ്ടാണ്. ഈ 1000 രൂപയുടെ ഫോൺ എത്ര രൂപ വരുന്നവരെല്ലാം 1000 രൂപയ്ക്ക് ചില ആൾക്കാർ നമ്മള് ഈ വീട്ടിലുള്ളവർക്ക് തന്നെ ചില അവരെന്ന് പറഞ്ഞാൽ ഈ ചീപ്പ് റേറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ അവർക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടുന്നത് കൊണ്ട് ഒരു ഫോൺ എടുക്കും, അതിന്റെ കൂടെ ഒരു ഫോൺ ഒന്നും കൂടെ ഈ അങ്ങനെ കൊണ്ടുപോയി. ഇപ്പൊ നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഈ കൊണ്ടുപോകുന്നത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നില്ല 1000 രൂപയ്ക്ക് ഞാൻ വാങ്ങി ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം അവർക്ക് ആവശ്യം ഉണ്ടെങ്കിലേ ഇതുപോലെ ഫോൺ കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അല്ല, അങ്ങനെയല്ല. എന്നാൽ അവരൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളാം അല്ലെ? മറ്റുള്ളവർക്ക് അതൊരു നമ്മള് ഫേക്ക് വീഡിയോ ചെയ്യുന്ന എന്ന് പറയുന്നവരില്ല. അതെ, നമ്മളിപ്പം അപ്പൊ അവരാരും കമന്റ് ചെയ്യുന്നില്ല. അവർക്കൊന്ന് കമന്റ് ചെയ്താൽ നമുക്കും ഒരു സന്തോഷമായിരുന്നു. ഈ 1000 രൂപയ്ക്ക് എത്ര പേര് 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് നമ്മൾ ഇപ്പൊ 2000 മുതൽ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അവരെ സത്യം പറഞ്ഞാൽ നമ്മളെ വിളിച്ച് കളിയാക്കുന്നവരുണ്ട്. എന്താണ് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന 1000 2000 നാളെ പറ്റിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താ കൊള്ളാമായിരുന്നു അല്ലെ? എന്നാൽ ഇപ്പൊ വരുന്ന ഒരു കൂടുതലും 1000 രൂപ ഫോണല്ലേ? തീർച്ചയായിട്ടും 1000 എന്നല്ല 500 മുതലാണ് ആൾക്കാർ ചോദിക്കുക 500 ഫോണുണ്ടോ. അതുകൊണ്ട് അവർ ഇപ്പോഴും ആ ഒരു പ്രതീക്ഷയിൽ വരെയാണ്. നമ്മളങ്ങനെ 500 രൂപയ്ക്കൊക്കെ ഫോൺ കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഉദ്ദേശിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. വരുന്ന ഇപ്പൊ തീരെ ലോ ബഡ്ജറ്റിന്റെ ഒക്കെ ഉദ്ദേശിച്ച് വരുന്നവരാണെങ്കിൽ വിളിച്ചിട്ടൊക്കെ വന്ന അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കും. ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതാണ് അവസ്ഥ ഇവിടുത്തെ. ഇപ്പൊ നമ്മുടെ നിലവില് 5G സ്മാർട്ട് ഫോൺ കുറച്ച് കൂടുതലാണ് നമ്മുടെ ഷോപ്പിൽ, വിലയും കുറവാണ്. അപ്പൊ നമ്മുടെ ഷോപ്പിൽ എങ്ങനെയാണ് ഇപ്പൊ ഇന്നത്തെ അവസ്ഥ? എങ്ങനെയാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് 4G ഫോണുകളായിരുന്നാലും 5G ഫോണുകളായിരുന്നാലും എല്ലാം ഇരിപ്പുണ്ട്. അതിലുപരി നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകളെല്ലാം ഇവിടെ റെഡി ആയിരിക്കും. വരുന്നവര് ഗിഫ്റ്റും കൊണ്ടേ പോകും അല്ലെ? സാധനം വാങ്ങിക്കാത്ത ഗിഫ്റ്റും കൊണ്ടേ പോകുള്ളൂ. തീർച്ചയായിട്ടും. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വിലയും കാര്യം സ്റ്റാർട്ട്? 5G എങ്ങനെയാണ്? ഫസ്റ്റ് 5G തുടങ്ങാം. 5G എങ്ങനെയാണ്? 5G നമുക്കിപ്പോ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഓഫർ വില ഒരു 4000 മുതൽ 5G സ്മാർട്ട് ഫോൺ കൊടുക്കാം. നമുക്ക് ഫോണൊക്കെ പറ്റപ്പെട്ടല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ടെസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് 800 രൂപ കൊടുക്കാം. എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ബോക്സ് വിത്ത് സെറ്റ്. V25 ആണ് മോഡല്.
8GB റാമില് 128GB സ്റ്റോറേജ് ഉള്ള ഫോണാണ് ഇത്. നമുക്ക് എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് വേണം? നമുക്കിതൊരു 5500 രൂപയ്ക്ക് 5500 രൂപയ്ക്ക് 8GB റാമില് 128GB സ്റ്റോറേജ് ഉള്ള വിത്ത് ബോക്സ് പീസ് 5G ഫോൺ 5500 രൂപയ്ക്ക്. ഇത് കിടില ഓഫർ അല്ലേ? അങ്ങനെ ഓഫർ ആണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കേ. നല്ലൊരു ഓഫറാണ് ഇത്. ഉള്ളപ്പോഴേ ഉള്ള ഇതിപ്പം ആർക്കെങ്കിലും ഒരാൾക്ക് എന്തായാലും കിട്ടും, ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ കൊടുക്കും. എന്നിട്ട് ഇത് മേടിച്ച് ചില ആൾക്കാർ പറയും നമുക്ക് കിട്ടിയില്ല, അന്ന് അങ്ങനെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് എനിക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു എന്ന് പറഞ്ഞാൽ ഒരു പീസല്ലേ ഉള്ളൂ. 4000 മുതൽ 5Gയുടെ ഒരു ഓപ്പോയുടെ ഫോൺ ഇരിപ്പുണ്ട്. ഇതൊക്കെ 4000 ആണ് 5G സെറ്റുകൾ വരുന്നത്. അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ വീഡിയോ നമ്മൾ എന്തായാലും പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ. ഇതാണ് അതിന്റേതായ സ്ക്രാച്ച് ചെറിയ ഇതൊക്കെ ഉണ്ട്, പൊട്ടലൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവിടെയൊക്കെ. ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. സാധാരണ നമ്മൾ ഇന്നേനെ ഒരു റിയൽമിയുടെ ഫോൺ കൊടുത്തു, അപ്പൊ പുള്ളിക്ക് വിഷയമില്ല. കാരണം ഫോണ് പുള്ളി അത്യാവശ്യം ചോദിച്ച സ്റ്റോറേജ് കാര്യങ്ങൾ, റാം കാര്യങ്ങളൊക്കെ ഉണ്ട്. പൗച്ചൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നവർക്ക് വേറെ വിഷയമോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നീറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ പറ്റില്ല. ചില ആൾക്കാർ ഒരു സ്ക്രാച്ച് ഉണ്ട് വേണ്ടെന്ന് പറയാം, അത് നമുക്ക് പറ്റൂല. അങ്ങനെ അല്ലാത്തവർക്ക് നമ്മുടെ അറിയാമല്ലോ, നമ്മളെ ഇവിടെ തന്നെ കാണുന്നവർക്ക് തന്നെ അറിയാം നമുക്ക് ഈ ബഡ്ജറ്റിന് ആവശ്യമുള്ളവർക്കാണെങ്കിൽ അത് കൊണ്ട് സാധനം. പിന്നെ ഞാൻ ചോദിക്കാം, ഒരു 4G സെറ്റ് എടുക്കാൻ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുകയാണ്. ഒരു ബോക്സ് പീസ് 4G സെറ്റ് എടുക്കാനായിട്ട്. ബോക്സ് പീസ് 4G ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു 2000 രൂപയ്ക്ക് ഫുൾ ബോക്സ് പീസ് സെറ്റ് നമുക്ക് ഒരെണ്ണം ഉണ്ട്. ഇപ്പൊ നിലവിൽ നമുക്കിത് കൊടുക്കാം ആർക്കെങ്കിലും ഒരാൾക്ക് 2000 രൂപയ്ക്ക് ബോക്സ് പീസ്. സാംസങ്ങിന്റെ ഡിസ്പ്ലേ ഒക്കെ ഒറിജിനൽ ആണ്. അതെ അതെ, ഇത് നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് റാമൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 4GB ഒന്നും അല്ല, സാധാ 2GB റാമൊക്കെയാണ് വരുന്നത്. കാണുമ്പോൾ 2000 രൂപയാണ് ബോക്സ് പീസ് ആണ്. ബോക്സ് പീസ് സ്മാർട്ട് ഫോൺ 2000 രൂപ. ഇവിടെ തന്നെ ഒരു 4GB റാമിൽ 64GB സ്റ്റോറേജ് വരുന്ന സെറ്റ് ഇതാണ്. ഇത് റിയൽമിയുടെ. അത് ഗ്ലാസ് ചെറിയ പൊട്ടലുണ്ട്. 2500 രൂപയ്ക്ക് ആവശ്യമുള്ളവരൊന്ന് സ്പീഡപ്പായിട്ട് വിളിച്ചു, അവർക്ക് നമുക്ക് കൊടുക്കാം. 2500 ഫോണിന്റെ 64. സത്യം പറഞ്ഞാൽ ഇത് റേറ്റ് എന്നല്ല, ഞാനിന്ന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞതിന് വാവ് പ്രമാണിച്ച് നമുക്ക് കൊടുക്കാം. ലാഭം വേണ്ട അല്ലെ? ഇന്ന് നമുക്ക് ഒരുപാട് ആൾക്കാർ ഇന്ന ദിവസമൊക്കെ ഫ്രീ ആയിരിക്കും, അപ്പൊ അവർക്കൊക്കെ റേറ്റ് കുറഞ്ഞ ഇതിൽ മേടിക്കാൻ പറ്റുന്നവരെ. ഒരു പോപ്പപ്പ് ക്യാമറ ഇരിക്കുന്നത് V17 ആണോ? അത് V70 എന്താ വരുന്നത്? ഇത് വന്നിട്ട് നമുക്കൊരു 5 രൂപയ്ക്ക് കൊടുക്കാം. 5000 പോപ്പപ്പ് ക്യാമറ കാര്യങ്ങൾ വരുന്ന 8GB റാമില് 128GB സ്റ്റോറേജ്. ഒരുപാട് ചോദിച്ച മോഡലാണ് അത്. ഇത് രക്ഷയല്ല, അത് ബാക്ക്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് 4G 5G എല്ലാം ആയി, ഇവിടെ ഐഫോൺ ഒക്കെ ഇരിപ്പുണ്ട്. ഐഫോണൊക്കെ എങ്ങനെയാണ് വില എന്ന് പറഞ്ഞത്? മറന്നുപോയി അല്ലേ? ആളെ കാണുന്നില്ല, ചെറിയ ഇത്രയും വമ്പന്മാരുടെ ഇടയിൽ ഇത് ഒരാള്. പക്ഷെ ഇവരാണ് പുലി. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 2000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് ഐഫോണ് 2000 രൂപയ്ക്ക്. എന്റെ കണ്ടീഷൻ ഒന്നും എടുക്കും ജില്ലയിൽ പറയും ഓണാവൂല സാധനം, മറ്റേ സാധനമാണ് ഓണാവാത്ത സാധനം എന്ന് പറയും. 2000 രൂപയ്ക്ക് നമ്മൾ തരുന്നതില്ലല്ലോ ഗൈസ്. കാരണം നിങ്ങൾ ഇത് വാങ്ങിയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം, എനിക്ക് തന്ന ഒരു ഫോൺ കിട്ടി എന്ന് പറഞ്ഞിട്ട് ആരും കമന്റ് ചെയ്യുന്നില്ല. ആ ഒരു പരാതി നമ്മളെ ചാനലിൽ പറയാനുണ്ട്. പിന്നെ വേറെ എന്താണ്? വേറെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇത്തിരി സ്റ്റാൻഡേർഡ് ടൈപ്പ് സെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇത്തിരി ഐഫോണിന്റെ തന്നെ 7 ആയിരുന്നാലും അതുപോലെ തന്നെ 6S ആയിരുന്നാലും എല്ലാം നീറ്റ് പീസ്, മുട്ടായി പീസ് നമ്മളോട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആവശ്യക്കാർ വിളിച്ചാൽ മതി. നമുക്കൊരു 6,500 ആ ബഡ്ജറ്റിന് തന്നെ നമുക്ക് കൊടുക്കാം ഫോണുകൾ. 6S നീറ്റ് പീസ് ആണ് കേട്ടാ. ഇതിന്റെ ഡാമേജ് ഒക്കെ വരുമ്പോൾ റേറ്റ് കുറച്ച് കൊടുക്കും. 2000 രൂപ കൊടുക്കും, 2500 കൊടുക്കും. ഇപ്പൊ ഇല്ല ആ റേറ്റിന് കൊടുക്കാൻ. ഇപ്പൊ എന്നാലും ഒരു 4Gയുടെ അത്യാവശ്യം നല്ലൊരു സെറ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് 2000 മുതലാണ് വരുന്നത്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമുക്ക് ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റിനാണെങ്കിൽ ഒരു 5,500 ഒരു 5500 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ 4Gയുടെ പുതിയ മോഡൽ സ്മാർട്ട് ഫോൺ നമ്മളെ കയ്യിലിരിപ്പുണ്ട്. അപ്പം 2000 രൂപയ്ക്ക് ഐഫോണിൽ തുടങ്ങിയതാണ് ഗൈസ്. 2000 രൂപയ്ക്ക് 4G സ്മാർട്ട് ഫോൺ എല്ലാം ചീപ്പ് റേറ്റ് അല്ലേ? ഇന്ന് എല്ലാം ചീപ്പ്. ഇതിന്റെ കൂടെ എന്താണ് ഇപ്പൊ ഈ ഒരു ഫോൺ, ഞാൻ ഐഫോൺ വാങ്ങിച്ചു ഒരു 5 അല്ലെ 5S, ഈ ഒരു ഫോൺ വാങ്ങിച്ചപ്പോ എനിക്ക് ഇതിനോട് എന്താണ് ഗിഫ്റ്റ് തരുന്നത്? ബ്ലൂടൂത്ത് അല്ലാത്ത ഹെഡ്സെറ്റുകൾ, ഇതൊക്കെ ഉള്ളപ്പോ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കില്ല. അതിന്റെ കൂടെ ഇല്ലാത്തപ്പോ ഇല്ല. നമ്മളതുപോലെ തന്നെ നമ്മള് ചില സാധനങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് മുമ്പൊക്കെ നമ്മൾ അങ്ങനെയാണ് ഒരുപാട് ഹെഡ്സെറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2000 രൂപയാണ്. ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. വർക്കിംഗ് സാധനമാണ്. ആവശ്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട്.
പിന്നെ വേറെ എന്താണ് പറയാനുള്ളത് നമ്മളെ ചാനൽ വേഴ്സിന്റെ അടുത്ത്? എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ഏത് മോഡലായിരുന്നാലും നിങ്ങളെ വിളിക്കുക, ഉണ്ടെങ്കിൽ നമ്മൾ തരും, ഇല്ലെങ്കിൽ ഇല്ല. എന്നാലും മാക്സിമം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കൂലേ? മാക്സിമം അറേഞ്ച് ചെയ്ത് നമുക്ക് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ ചില ആൾക്കാരൊക്കെ വിളിച്ച് പറയുമ്പോഴും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതുവരെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് തിരിച്ചു പോയി കട അറിയാതെ. എങ്ങനെയാണ് ലൊക്കേഷൻ നമ്മളപ്പോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ട് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി തക്കണെങ്കിൽ വന്നാൽ മതി. വളരെ എളുപ്പമാണ്. ആൾക്കാർക്ക് ഇപ്പം എങ്ങനെയാണ് ഇപ്പം നമുക്ക് ഇപ്പൊ ഞങ്ങൾ കൊല്ലത്താണ്, ഞങ്ങളിപ്പോ എറണാകുളത്താണ്, അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ സാധനം കിട്ടുമെന്ന് അറിഞ്ഞൂടാ. അവർക്ക് അറിഞ്ഞൂടാ കൊറിയർ എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു യാതൊരു ടെൻഷനും വേണ്ട. നമ്മള് ആവശ്യക്കാരെ നമ്മളിപ്പം അവരെ അഡ്രസ്സിലോട്ട് സാധനം വരൂലേ, ആ അഡ്രസ്സ് നമുക്ക് അയച്ചു തന്നാൽ അവര് ആ അഡ്രസ്സിൽ തന്നെ നമ്മൾ അങ്ങോട്ട് അയച്ചു തരും സാധനങ്ങളും. പിന്നെ കൊറിയർ ചാർജ് ചില ആൾക്കാർക്കൊക്കെ ഇതാണ് എന്താ പേടിയെന്ന് പറഞ്ഞാൽ അയച്ചു തരുമോ ഇല്ല ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ മേടിക്കുന്നവർക്ക് അറിയാം, നിരവധി തവണ നമ്മളൊന്ന് മേടിക്കുന്നവർ ചില ആൾക്കാർ അങ്ങ് അയച്ചു തന്നിട്ട് ക്യാഷ് നമുക്ക് നിങ്ങൾ എവിടെ നിന്നാണെങ്കിൽ ഏത് അഡ്രസ് ആണെങ്കിൽ നമുക്ക് തരാം, അല്ലെ നമ്മൾ അയച്ചു തരും. ഏതൊരു ഷോപ്പിന്റെ അഡ്രസ്സോ ഒരു ഹോട്ടലിന്റെ അഡ്രസ്സോ ഒരു റൂമിന്റെ അഡ്രസ്സോ നമുക്ക് അയച്ചു തരും, നമ്മൾ അയച്ചു വിടും. പക്ഷെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ക്യാഷ് തരോ ഇല്ലേ നമുക്ക് എങ്ങനെ അറിയാം? ഇത് നമ്മുടെ ഷോപ്പാണ്, നിങ്ങൾക്ക് വിശ്വസിക്കാം. ഭീമാവലിയുടെ സെക്കൻഡ് ഗേറ്റിന് ഓപ്പോസിറ്റ് നമ്മുടെ ഷോപ്പുണ്ട്. ഇപ്പം ക്യാഷ് ഒക്കെ ചില ആൾക്കാർക്ക് ഇപ്പൊ കൊറിയർ അയക്കുമ്പോഴത്തേക്കും ക്യാഷ് അയ്യോ ഭയങ്കര എമൗണ്ട് ആവോ അങ്ങനെ എന്നുള്ള ഒരു ഡൗട്ട് ഒക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. 100 രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത്. ലാപ്പൊക്കെ ആണെങ്കിൽ 100 രൂപ കൂടുതലാവും, 200 ആവും. ഡൗട്ടുകൾ ആർക്കും പേടിയോ ടെൻഷനോ ഒന്നും വേണ്ട. പോണത് ഇവിടെ നിന്ന് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ സാധനം നിങ്ങളെ കയ്യില്. അപ്പൊ കൊറിയർ അയക്കുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കൂലേ? കൊറിയർ അയക്കുന്നവർക്കെന്ന് പറഞ്ഞാൽ ഒന്നാതെ വില കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ടേ, ചില ആൾക്കാരുണ്ട് അവരെ വിളിക്കുമ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആളെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം എല്ലാവർക്കും കൊടുക്കാനില്ല, എന്നാലും എല്ലാവർക്കും കൊടുക്കും. കൊടുക്കാനില്ല, പക്ഷെ എന്നാലും നമ്മൾ എല്ലാവർക്കും കൊടുക്കും ഗൈസ്. അപ്പൊ നമ്മളെ വീഡിയോ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മളെ ആൾക്കാരോട് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്ന നമ്മളെ കൂട്ടുകാർക്ക് അല്ലെ, കൂടെ കുറഞ്ഞ റേറ്റിൽ നല്ല ഫോണിലും ഐഫോണിലും നമ്മളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് നമ്മുടെ ഷോപ്പാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മുടെ ഷോപ്പിലിട്ട് വരിക. ലൊക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നല്ല വീട്ടുകാരാ നമ്മളെ കസ്റ്റമേഴ്സ് കൂടെ റേറ്റ് ചെയ്ത് പോയിട്ട് ബൈ.